السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ 6 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിച്ച് തുടങ്ങാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ لنبلوهم أيهم أحسن عملا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. 6ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലെ, താങ്കളുടെ പ്രബോധനം, ആ പ്രബോധനത്തിൽ ചില ആളുകളെങ്കിലും അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ താങ്കൾ സ്വന്തത്തെ വധിക്കേണ്ടതില്ല. താങ്കൾ അതിൽ മനം നൊന്ത് താങ്കളെ തന്നെ വധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് എന്നാണ് 6ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ദുനിയാവിൻ്റെ അവസ്ഥയെക്കുറിച്ചും ദുനിയാവ് പരീക്ഷണമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമാധാനം നൽകുകയാണ്. അതായത് ഇത് ദുനിയാവാണ്, പെട്ടെന്ന് നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇന്ന, തീർച്ചയായും നാം, ജഅൽന, നാം ആക്കിയിട്ടുണ്ട്, മാ അലൽ അർദി, ഭൂമിയുടെ മുകളിലുള്ളതിനെയെല്ലാം, ഭൂമിയുടെ മുകളിലായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം നാം സംവിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? സീനത്തൻ ലഹ, ആ ഭൂമിക്ക് അലങ്കാരമായിക്കൊണ്ടാണ് എന്ന്, ഭൂമിക്കുള്ള അലങ്കാരമായിക്കൊണ്ടാണ് നമ്മളത് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ ദുനിയാവിന്റെ മുകളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം എന്നോണമാണ് വെച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ ദുനിയാവ് എന്നത് മനുഷ്യന്റെ മനസ്സതിലേക്ക് ചായാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് സീനത്താണ് എന്ന് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ അലങ്കരിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴായി പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആഖിറത്തിന്റെ ആളുകളാകണം, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ആഖിറമാണ് നിങ്ങളുടെ യഥാർത്ഥ വീട് എന്നത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? ദുനിയാവ് എന്നത് അള്ളാഹു അലങ്കാരമാക്കുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. സ്വാഭാവികമായി മനുഷ്യൻ എന്ത് ചെയ്യും, ആ അലങ്കാരത്തിലേക്ക് ആകൃഷ്ടരാകുന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ആകരുത്, മറിച്ച് അത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. നീ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അലങ്കാരമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ ദുനിയാവിനെ ഒരു പരീക്ഷണത്തിന്റെ കേന്ദ്രമായിട്ട് എന്ത് ചെയ്യണം, കാണണം എന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നദ് ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് എന്നത് നല്ല മധുരമുള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതുമാണ്. എന്നാൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ആ ദുനിയാവിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫയൻദുറു കൈഫ തഅമലൂൻ, അല്ലാഹു നോക്കുക നിങ്ങൾ എങ്ങനെയാണ് ആ ദുനിയാവിൽ പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഫത്തഖുദ്ദുനിയ, നിങ്ങൾ എന്ത് ചെയ്യണം, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആഖിറത്തിനെ സൂക്ഷിക്കണം എന്ന് വേറൊരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. അത് വരാനിരിക്കുന്ന ആഖിറത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ആഖിറത്തിനെ സൂക്ഷിക്കണം. എന്നാൽ ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതോ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, അഖ്വഫു മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്
മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹ്റത്തിദ് ദുനിയ, ദുനിയാവിന്റെ ഓഹരികളിൽ എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകും. അതാണ് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സഹാബാക്കൾ. വമാ സഹ്റത്തുദ് ദുനിയ യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ഈ സഹ്റത്തുദ് ദുനിയ? ദുനിയാവിന്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബറകാത്തുൽ അർദ്, ദുനിയാവിൽ നിന്ന് നിങ്ങൾ അലങ്കാരമായി കാണുന്നത്, അതിൽ നിന്ന് പുറത്തെടുക്കപ്പെടുന്നതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം അലങ്കാരമാണ്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എന്തിന്റെ പേരിലാണ്, മുസ്ലിമീങ്ങൾ എന്തിന്റെ പേരിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? ദീനിന്റെ പേരിൽ മത്സരിച്ചു കൊണ്ടിരിക്കേണ്ട സന്ദർഭത്തിൽ ദുനിയാവിന്റെ പേരിലാണ് എന്ത് മത്സരം എന്നതാണ്. ഒന്നും വേണ്ട, മുസ്ലിം കല്യാണങ്ങൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു കുടുംബം എങ്ങനെയാണോ, തൊട്ടയൽവാസി എങ്ങനെയാണോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അതിനേക്കാളും ഉഷാറായി, അതിനേക്കാളും ജോറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നടത്തണം എന്നതാണ് അടുത്ത കല്യാണം വരുമ്പോഴുള്ള ചർച്ച. അതായത് ദുനിയാവിന്റെ വിഷയത്തിൽ എന്താണ്, ഇത്തരം ചർച്ചകൾ വർദ്ധിച്ചു വരികയാണ്. തൊട്ടടുത്ത അയൽവാസി നല്ലൊരു വീട് പണിതിട്ടുണ്ട് എങ്കിൽ, സ്വന്തം വീടുണ്ട്, അത് അത്യാവശ്യം ഉഷാറാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അതിനേക്കാളും വലുതെന്ത് ചെയ്യണം, നമുക്ക് പണിയണം എന്നിങ്ങനെ ദുനിയാവിന്റെ വിഷയത്തിലുള്ള അമിതമായ മത്സരം, ആ മത്സരത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നാണ്. എന്നിട്ട് മറ്റൊരു ഹദീസിൽ പറയുന്നത്, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ, ചില പ്രാണികൾ, ആ പ്രാണികൾ ഭക്ഷണത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് റസൂൽ പറയാം, അവസാന കാലമാകുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അവരുടെ അവസ്ഥ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ മുസ്ലിം ഉമ്മത്തായി മാറുന്ന. ഇത് എല്ലാ ആളുകളും എന്ത് ചെയ്യും, ആ മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ഒരവസ്ഥ, ഇസ്ലാമിനെ വിമർശിക്കുന്ന അവസ്ഥ. മുസ്ലിമീങ്ങളെ പറഞ്ഞാൽ ആരും തന്നെ ശബ്ദിക്കാതെ മിണ്ടാതിരിക്കുന്ന, നിശബ്ദമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലേ റസൂലേ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ? അപ്പൊ പറയും, അല്ല, അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട് എന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് വിമർശനം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പേരുകൊണ്ട് മുസ്ലിമാണ്, പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷെ പ്രവർത്തനം കൊണ്ടും വിശ്വാസം കൊണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പോലും തകർക്കപ്പെട്ട രൂപത്തിലായിരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ അന്നത്തെ അവസ്ഥ എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, അതായത് ഇസ്ലാമിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പേടിക്കുന്ന, ആളുകൾ ആദരിക്കുന്ന, ആളുകൾ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിനുണ്ടായിരുന്നു എന്ന. ഈ ഹദീസിൽ റസൂൽ പറയുന്നത്, മുസ്ലിമീങ്ങളോടുള്ള ആളുകളുടെ ഭയം, ആളുകളുടെ പേടി, അതെന്ത് ചെയ്യും, അള്ളാഹു ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന, അത് അള്ളാഹു ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റും. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ദുർബലത ഇട്ട് കൊടുക്കും, അവർക്ക് പേടിയായിരിക്കും. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അല്ല റസൂലെ, എന്താണ് ഈ ദുർബലത എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണ് അശക്തി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് റസൂലെ? അപ്പൊ പറയും, ഹുബ്ബുദ് ദുനിയ, അത് ദുനിയാവിനോടുള്ള സ്നേഹമാണ്, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടിയും മരണത്തോടുള്ള വെറുപ്പുമാണ്. അപ്പൊ ദുനിയാവിനോടുള്ള സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ തന്നെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടിടത്ത്, ഏറ്റവും നല്ല രൂപത്തിൽ ചലിക്കേണ്ട ഒരു സമൂഹം ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് സമൂഹം മാറ്റപ്പെടുന്നത് ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹവും ആ ദുനിയാവിന്റെ വിഷയത്തിലുള്ള അതിരുകവിയലുമാണ്. അതാണ് സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു പറയുന്നത്, ഒരേ ആയത്ത് ഒരേ രൂപത്തിൽ 2 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നു. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം, അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് നൂൻ തൗക്കീദാണ്, ഉറപ്പിച്ച് പറയണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒരു നിലക്കും നിങ്ങൾ ദുനിയാവിന്റെ വിഷയത്തിൽ വഞ്ചിതനായി പോകരുത് എന്ന്. എന്നിട്ട് പറയുന്നതോ, പിശാചിന്റെ വിഷയത്തിലും നിങ്ങൾ വഞ്ചനയിൽ അകപ്പെടരുത്, ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. സൂറത്തു ഫാത്തിറിലും പറയാം, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം, ഇഹലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ പിശാചും നിങ്ങളെ വഞ്ചിച്ചു കളയരുത് എന്ന്. അതുകൊണ്ട് ദീനൊക്കെ മറന്ന് ദുനിയാവിന്റെ പിന്നിൽ മാത്രമാകുന്ന ഒരവസ്ഥയെ
നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. കിതാബ് തൗഹീദിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഒരു ബാബ് തന്നെ, ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നത് ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹത്തെ കുറിച്ചാണ്. കാരണം ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം ദുനിയാവിന്റെ അടിമയാക്കി അവനെ മാറ്റുന്ന, തൗഹീദിൽ കുറവ് വരും എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അവൻ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ദുനിയാവിന് വേണ്ടി മാറുന്ന, എല്ലാം ദുനിയാവിന് വേണ്ടിയായി മാറുന്ന അവസ്ഥയുണ്ടാകുന്ന. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, ദുനിയാവിനെ സ്നേഹിക്കാൻ പാടുണ്ടോ, ദുനിയാവിനെ സ്നേഹിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്, ഹുബ്ബുദ് ദുനിയ ഇദാ ആസറഹ അലൽ ആഖിറതി ഹാദാ ഹുവൽ മദ്മൂം. ഒരാൾ ആഖിറത്തിനേക്കാളും കൂടുതൽ സ്ഥാനം ദുനിയാവിനാണ് നൽകുന്നത്, ദുനിയാവിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആഖിറത്തിന് ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുകയോ ആഖിറത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ ദുനിയാവിനോടുള്ള സ്നേഹം വെറുക്കപ്പെട്ടതാണ് എന്ന്. എന്നാൽ സ്നേഹിക്കാം എന്തിനു വേണ്ടി? ആഖിറത്തിലേക്കുള്ള ഒരു വഴിയാണ് ദുനിയാവ് എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യാം, ദുനിയാവിനെ സ്നേഹിക്കാമെന്ന്. ആ സന്ദർഭത്തിൽ നമ്മൾ പണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാധ്യതകൾ, കുടുംബത്തോട് ബാധ്യതയുണ്ട്, ആ ബാധ്യത കൂട്ടണം. അത് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിനോട് ബാധ്യതയുണ്ട്, സ്വതക്ക കൊടുക്കാൻ പറ്റും, പള്ളി നിർമ്മിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അതല്ല, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ, അങ്ങനെ ദുനിയാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ കസ്ബി അത്യബ്, റസൂലേ ഏതാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമലുർ റജുലി ബിയദിഹി, ഒരാൾ തന്റെ കൈകൊണ്ട് ചെയ്യുന്ന, ഒരാൾ സ്വന്തത്താൽ ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും നല്ല ജോലി എന്ന്. അത് സ്വന്തം ചെയ്യേണ്ടത് ജോലി ചെയ്യുന്നുണ്ട്, മറ്റൊരാളോടും ചോദിക്കാതെ യാചിക്കാതെ സ്വന്തം പണിയെടുത്ത് ചെയ്യുന്നതാണെന്ത് ഏറ്റവും നല്ല ജോലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ ദുനിയാവിനോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമുണ്ടാകേണ്ടത്? എന്താ? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകന്നാസ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബകന്നാസ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കണം, ദുനിയാവിനോട് സുഹൃത്തുള്ള ആളാകണം, ദുനിയാവിനോട് വലിയ ശ്രദ്ധ ഒന്നുമില്ല. എത്രയാണോ ദുനിയാവിനെ ശ്രദ്ധിക്കാൻ അള്ളാഹു പറഞ്ഞത് അത്രമാത്രം എന്ത് ചെയ്യുന്നു, ദുനിയാവിനെ ശ്രദ്ധിക്കുന്നു. ബാക്കി എല്ലാ ശ്രദ്ധയും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ അവനെ അലട്ടുന്ന ചിന്ത ആ ദിവസം അവൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയെ കുറിച്ചായിരിക്കും. എന്തൊക്കെ ബാധ്യതകളാണ് ഞാൻ വീട്ടാനുള്ളത്, ആ ബാധ്യതകൾക്ക് നിറവേറ്റണമല്ലോ എന്ന ചിന്ത മാത്രമായിരിക്കും അവന്റെ മനസ്സിൽ ഉണ്ടാകുക. എന്നാൽ അതോടൊപ്പം തന്നെ അതിനെ സഹായിക്കുന്ന എന്തൊക്കെ ദുനിയാവിയായ കാര്യങ്ങൾ ഉണ്ടാകുമോ അതിലും അവൻ വ്യാപൃതനാണ്. അപ്പൊ റസൂല് പറയുന്നത്, ദുനിയാവിനോട് നിങ്ങൾ വിരക്തി കാണിക്കണം എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ ദുനിയാവിനെ സ്നേഹിച്ച അള്ളാഹു ദയൂല നിങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. അത് മാത്രമല്ല, ജനങ്ങളുടെ കൈകളിലുള്ളതിനെ തൊട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സുഹൃത്തുള്ളവരാകണം, വിരക്തിയുള്ളവരാകണം. ജനങ്ങളുടെ കയ്യിൽ ദുനിയാവ് ഉണ്ടാകും, ആ ദുനിയാവ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന്. ആ ദുനിയാവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എങ്കിൽ നിങ്ങളെ ആരും സ്നേഹിക്കും, ജനങ്ങളും നിങ്ങളെ സ്നേഹിക്കും എന്നാണ്. നമ്മളോട് ഒരാൾ ദുനിയാവിന്റെ ആവശ്യം ചോദിച്ചു വരികയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കും, 2, 3, 4 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് തന്നെ അത് ഉറപ്പായി മാറുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ കരങ്ങളിലുള്ളതിനെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ജനങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇഷ്ടപ്പെടും. ചോദിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും, ജനങ്ങൾ ഇഷ്ടപ്പെടും. അതാണ് കവി പാടുന്നത്, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു നിങ്ങളെ വെറുക്കും. എന്നാൽ അതേ സമയത്ത് സൃഷ്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. സൃഷ്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾ നിങ്ങൾ വെറുക്കും എന്നുള്ളത്. അതിന് എത്ര നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിലും ശരി, എത്ര അടുത്ത ആളാണെങ്കിലും ശരി, ഒന്നാമത്തെ ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കതൊരു തലവേദനയായി മാറും എന്നുള്ളതാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അഖുല്ലക കുല്ലമാ ലഖിയക ദക്കറക ബിഹൗലിക മിനല്ലാഹി ഖൈറുൻ ലക മിൻ അഖില്ലക കുല്ലമാ ലഖിയക വലഅ ഫീ കഫിക ദീനാറ. ഇബ്നു മുബാറക് പറയുന്നത്, ഒരു സഹോദരൻ നിന്നോട് വന്നിട്ട് നിന്റെ പണത്തെക്കുറിച്ച്, നിന്റെ ശമ്പളത്തെക്കുറിച്ച്, നിന്റെ ദുനിയാവിനെ കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരനെക്കാളും നിനക്ക് ഏറ്റവും നല്ലത് നിന്നെ കാണുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സഹോദരനാണ്, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സഹോദരനാണ് എന്ന്. എന്നാൽ അത്തരം സംസാരങ്ങൾ വളരെ ചുരുക്കമാണ് എന്ന്.
പലപ്പോഴും നമ്മൾ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസാരങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളത് പലപ്പോഴും പല ആളുകളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട സംസാരം സവിസ്തരം വളരെ വിശദമായി നമ്മൾ സംസാരിക്കും. എന്നാൽ ആഖിറവുമായി ബന്ധപ്പെട്ട സംസാരം വന്നു കഴിഞ്ഞാലോ പല ആളുകൾക്കും ചർച്ച ചെയ്യാനും സംസാരിക്കാനും വലിയ ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഒരു മടിയാണ് അത്തരം വിഷയത്തിൽ പലപ്പോഴായി ഉണ്ടാകാറുള്ളത് എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്, ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്, അവർക്ക് അവരുടെ കയ്യിൽ ദുനിയാവ് കൊടുത്താൽ അവരത് സ്വീകരിക്കൂല എന്ന്. അവർ പറയുന്നത്, ഈ ദുനിയാവ് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാറി മറിയുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? ദീനൊക്കെ ഒഴിവാക്കി ദുനിയാവിന്റെ പിന്നിൽ പോകുന്ന ആളായി ഞാൻ മാറുമോ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നത്. അതാണ് സലഫുകൾ പറയാറുള്ളത്. ചില ആളുകൾ സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദീനിന്റെ ഷിആറുകൾ പുലർത്തി ജീവിക്കുന്ന ആളുകളാണ്. എല്ലാ നിരക്കും ദീനിന്റെ ഷിആറുകൾ അവർ പുലർത്തും. അവരുടെ വസ്ത്രത്തിൽ ഉണ്ടാവും. നമുക്കറിയാം, നല്ല വെള്ള വസ്ത്രം ധരിച്ച് നല്ല തൊപ്പിയും മറ്റൊക്കെ ധരിച്ച് നടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ കടയിലേക്ക് വരുന്ന ആളുകൾ, അവരൊക്കെ ആളുകൾ എന്ത് ചെയ്യും? ആദരിക്കും. പ്രത്യേകിച്ച് മുസ്ലിമുകൾ എന്തായാലും എന്ത് ചെയ്യും? ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സലഫുകൾ കടയിലേക്ക് വന്ന് കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. മൗലവി എന്ത് ചെയ്താൽ മതി, ഇത്ര പൈസ തന്നാൽ മതി എന്ത് ചെയ്യും? കടക്കാർ പറയും. അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാലോ എണീറ്റ് വരും, നിങ്ങൾ ഇരുന്നോളി എന്ന് പറയും. സലഫുകളുടെ അടുക്കൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കടയിലേക്ക് വന്ന് നിങ്ങൾ ഇന്ന ആളാണല്ലോ, നിങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര തന്നാൽ മതി എന്ന് പറഞ്ഞാൽ സലഫുകൾ തിരിച്ചു പറയാറുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഇതിന് പറഞ്ഞ വില എൻ്റെ ദീനിന്റെ വിലയാണ് നിങ്ങൾ പറഞ്ഞത്. എൻ്റെ ദീനിനാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വിലയിട്ടത്. അതുകൊണ്ട് ഞാൻ ദീന് വിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പൂർണ്ണമായും ഞാൻ എന്താണോ അതിൻ്റെ റേറ്റായി നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പൂർണ്ണമായി കൊടുക്കുന്ന. കാരണം അത് ദീനിനെ വിൽക്കുന്ന അവസ്ഥയാണ് അതിലുള്ളത് എന്നവർ പറയാറുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അള്ളാഹു പറയാം, ഈ ദുനിയാവൊക്കെ സംവിധാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിനബുലുവഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുഹും, അവരുടെ കൂട്ടത്തിൽ ആരാണ്? അഹ്സനു അമല. 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ വിഷയം പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിലെ 14-ാമത്തെ ആയത്ത്, ലിനൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന. സൂറത്ത് ഹൂദിലെ 7-ാമത്തെ ആയത്ത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്ത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പരീക്ഷണമാണ്. ദുനിയാവ് മൊത്തം പരീക്ഷണമാണ് എന്നുള്ളത്. അപ്പൊ ദുനിയാവിന്റെ ന്യൂട്രൽ സ്റ്റേറ്റ് തന്നെ പരീക്ഷണമാണ്. അവിടെയാണ് പല ആളുകൾക്കും പിഴവ് സംഭവിക്കാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ പരീക്ഷണം മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ, ഖുർആനിന് വിരുദ്ധമാണ് അവർ പറയുന്ന ആശയം. ഖുർആൻ പറയുന്ന എന്താ? ദുനിയാവ് മൊത്തം പരീക്ഷണാണെന്ന്. ദുനിയാവ് മൊത്തം പരീക്ഷണമാണ്. നമുക്ക് ലഭിച്ച എന്തൊക്കെയുണ്ടോ അതെല്ലാം പരീക്ഷണമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറുതുണ്ടാകുമ്പോൾ പറയണത് പരീക്ഷണമാണ് എന്ന് പറയണം. എന്നാൽ ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. ജീവിതം എന്താണ്? പരീക്ഷണമാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന എന്താ? പരീക്ഷണം കുറച്ചേ ഉണ്ടാകാൻ പാടുള്ളൂ, പരീക്ഷണം കുറച്ച് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അതല്ലാത്തതാണ് എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മുടെ മനസ്സിലിരിപ്പ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. ജീവിതം മൊത്തം എന്താണ്? പരീക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന്. ജീവിതത്തിൽ എല്ലാം പരീക്ഷണം. നമ്മൾ കാണുന്ന അനുഗ്രഹം പോലും പരീക്ഷയാണെന്നുള്ളതാണ്. നമ്മൾ കാണാണ്, അതായത് ഇത്ര ധനം, അതല്ലെങ്കിൽ നല്ല ഒരു ഇണ, അതല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ്, നല്ലൊരു ഭാര്യ, നല്ല സമ്പത്ത്, എല്ലാം പരീക്ഷണാണെന്നാണ്. എല്ലാം പരീക്ഷയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ലിയബ്ലുവനി അശ്കുർ അം അക്ഫുർ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അള്ളാഹു ശുക്ർ ചെയ്യുന്നുണ്ടോ, അതല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം സംവിധാനിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് മുമ്പേ അറിയാലോ ആരൊക്കെ സ്വർഗത്തിൽ ആരൊക്കെ നരകത്തിൽ. എന്നിട്ടും അള്ളാഹു പരീക്ഷിക്കുന്നു എന്തിനു വേണ്ടി? നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നാളെ എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെതിരെ തെളിവ് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റും, റബ്ബേ നീ നിന്റെ ഇൽമു കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊരാൾക്ക് വാദിക്കാം. എന്നാൽ അത് വാദിക്കരുത്. ഇൽമു കൊണ്ട് മാത്രമല്ല, അമല് കൊണ്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം എന്നുള്ളത്.
അവിടെ അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗം ശ്രദ്ധിച്ചാൽ അയ്യുഹും അഹ്സനു അമല എന്ന, അക്സറു അമലൻ എന്നല്ല. ഏറ്റവും കൂടുതൽ ചെയ്യാന്നുള്ളതല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നതാണ്. ഫൽ ഇബ്റതു ബിൽ അഹ്സൻ ലാ ബിൽ അക്സർ. ഒരുപാട് ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നത് വളരെ ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായി ചെയ്യാന്നുള്ളത്. അവിടെയാണ് നമ്മുടെ നിസ്കാരത്തിന്റെ തറാവീഹിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും തറാവീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇന്ന് അന്വേഷിക്കുന്നത് എന്താ? എവിടെയാണ് പെട്ടെന്ന് കഴിയാന്നാണ്. എത്രയും പെട്ടെന്ന് എവിടെ കഴിയുമോ അവിടെ ആൾക്കാരുണ്ടാകും. ഒന്ന് കഴിച്ചു കിട്ടിയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരു മുഅ്മിൻ എങ്ങനെ ചിന്തിക്കേണ്ടത്? നല്ല ഖുർആനിന്റെ പാരായണം കേൾക്കാൻ പറ്റുന്ന, നല്ല സുദീർഘമായി നിസ്കരിക്കാൻ പറ്റുന്ന ഇടം തേടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പോവുകയാണെങ്കിൽ പോകേണ്ടത്. എന്നാൽ സലഫികൾക്കും അത് ബാധിച്ചിട്ടുണ്ടോ എന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഭയപ്പെടേണ്ടതുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു എന്താ? നമ്മുടേതാണെന്ത് നല്ല നീണ്ട നിസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഒരുപാട് ഓത്തുണ്ട്. ഇന്ന് അത് പറയുന്ന ആളുകൾ തന്നെ അവരിന്ന് തേടിപ്പിടിച്ച് പോകുന്ന ചില പള്ളികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തീരുന്ന, എന്നാൽ 8 റക്അത്തുമാണ്, ഇപ്പൊ 2 in 1 എന്നൊക്കെ പറഞ്ഞ പോലെ 8 റക്അത്താണോ? 8 റക്അത്താണ്. എന്നാ ഓത്തുണ്ടോന്ന് വെച്ചാലോ? ഓത്തുണ്ടാവില്ല, വളരെ ചുരുങ്ങിയ ഓത്തായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതെന്തല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല എന്നുള്ളത്. മറിച്ച് നമ്മൾ ആദ്യം സ്വീകരിച്ചു പോരുന്ന അതേ നിലപാടിൽ പോകണം. ഒരുപാട് ഖിറാഅത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും ഫദ്ലുള്ളതായി മാറുക. എത്ര ഖുർആൻ ഓതുന്നുവോ അതിനനുസരിച്ച് ശ്രേഷ്ഠത കൂടുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ അമലുകൾ ചെയ്യുന്ന സമയത്ത് ഇഹ്സാനോടുകൂടി അമൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് അടുത്ത ആയത്ത് وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا وَإِنَّا തീർച്ചയായും നാം ലജാഇലൂന നാം ആക്കി തീർക്കും മാ അലൈഹ ആ ഭൂമിയുടെ മുകളിലുള്ളതിനെ നാം ആക്കി തീർക്കും സഈദൻ. സഈദ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ കാണുന്ന മണ്ണാണ്. ഭൂമിയുടെ മുകളിൽ കാണുന്ന മണ്ണ്. അപ്പൊ ആ മണ്ണ് നാം ആക്കി തീർക്കും. എങ്ങനെ? ജുറൂസൻ, ഒന്നും മുളക്കാത്ത, ഒന്നുമില്ലാത്ത മൊട്ടയായ ഭൂപ്രദേശമാക്കി എന്ത് ചെയ്യും? നമ്മൾ ഭൂമിയെ മാറ്റുന്ന. അതായത് വളരെ ക്ലീനായ ഒരു തലമായിരിക്കും ഭൂമിക്ക് ഉണ്ടാകാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നശിക്കും എന്നുള്ളത്. എല്ലാം എന്ത് ചെയ്യും? നശിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇവിടെയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആഖിറത്താണ് എന്നതിനുള്ള പ്രോത്സാഹനം. കാരണം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്യും? നശിക്കും. അവസാനം ബാക്കിയാവുക നമ്മളും നമ്മൾ ചെയ്ത കർമ്മങ്ങളുമാണ്. സൂറത്ത് ത്വാഹയിലെ 105, 107 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. 105 മുതൽ 107 വരെയുള്ള ആയത്തുകളിൽ വയസ്അലൂനക അനിൽ ജിബാൽ, അവർ പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, അള്ളാഹു അതിനെ പൊടിച്ച് പാറ്റിക്കളയുന്ന, എല്ലാത്തിനും ഇല്ലാതാക്കി കളയും. ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത, എന്നിട്ട് എന്ത് ചെയ്യും? സമനിരപ്പായ ഒരു മൈതാനമാക്കി അള്ളാഹു അതിനെ വിടുന്നതാണ് എന്ന്. വളരെ ക്ലീനായ ഒരു ഗ്രൗണ്ട് പോലെ എന്ത് ചെയ്യും? അള്ളാഹു ദുനിയാവിനെ സംവിധാനിക്കും. ഒന്നും ഉണ്ടാകൂല, കയറ്റുണ്ടാവൂല, ഇറക്കുണ്ടാവൂല, നേരിയ രൂപത്തിലായിരിക്കും അള്ളാഹു ദുനിയാവിനെ സംവിധാനിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ 7-8 ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സമാധാനമാണ് 2 ആയത്തുകൾ. ദുനിയാവാണ്. ആ ദുനിയാവിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് നിന്റെ സന്ദേശം സ്വീകരിക്കുന്ന ആളുകളുണ്ട്, ആ ആളുകളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്ന്. 9-ാമത്തെ ആയത്ത് أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. അപ്പൊ ഇവിടെ മുതലാണ് ആരെക്കുറിച്ച് പറഞ്ഞു വരുന്നത്? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ സൂറത്തിൽ 4 ചരിത്രങ്ങളാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അതിൽ 1-ാമത്തെ ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് അവതരിക്കാൻ ഒരു കാരണമുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല.
ഇവിടുന്ന് നമ്മൾ പറയാം, നദർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഖുറൈശികളുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ, അതേപോലെ തന്നെ ഉത്ബത്ത് ഇബ്നു അബി മുഅയ്ത്, ഇവർ രണ്ടുപേരും യഹൂദികളുടെ അടുക്കലേക്ക് പോവുക. ഖുറൈശികൾ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം, യഹൂദികളുടെ അടുക്കൽ പോകണം, എന്നിട്ട് യഹൂദികളോട് പറഞ്ഞു കൊടുക്കണം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. നബി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്ത് ആശയമാണ് പ്രചരിപ്പിക്കുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണം, യഹൂദികളോട് പറഞ്ഞു കൊടുക്കണം. കാരണം യഹൂദികളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് എന്തിനെ കുറിച്ച് അറിവുണ്ട്, വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് അവർക്കറിയാം. അപ്പൊ അവരോട് നിങ്ങൾ പോയി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, രണ്ടാളുകളെ ഏൽപ്പിക്കാം. അപ്പൊ അവർ പോയി എന്ത് ചെയ്യാണ്, ചോദിക്കാം. അപ്പൊ ചോദിക്കുമ്പോൾ യഹൂദികളുടെ കൂട്ടത്തിൽ ആളുകൾ പറയും, 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. 3 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. فإن أخبركم بهن فهو نبي مرسل وإن لم يفعل فالرجل متقول. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അത് പ്രവാചകനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് സലൂഹു അൻ റജുലിൻ തവാഫിൻ ഖദ് ബലഗ മശാരിഖൽ അർദി വ മഗാരിബഹ. ഭൂമി മൊത്തം കറങ്ങുന്ന ഒരാളുണ്ട്, അത് ആരാണ് എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ റസൂലിനോട് ചോദിക്കണം. യജൂജിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം. പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ റസൂലാണ് എന്ന്. രണ്ടാമത്തെ ചോദ്യം, സലൂഹു അൻ ഫിത്യത്തിൻ ദഹബു ഫി ദഹ്രിൽ അവ്വൽ. ആദ്യ കാലഘട്ടത്തിൽ ചില യുവാക്കൾ ഉണ്ടായിരുന്നു, ആ യുവാക്കൾ ഒരു ഗുഹയിൽ പോയി അഭയം പ്രാപിക്കുന്നുണ്ട്, അവരെ കുറിച്ചുള്ള വിവരം എന്താണ് എന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ചോദ്യം, സലൂഹു അനിർ റൂഹ്. റൂഹിനെ കുറിച്ചും എന്ത് ചെയ്യണം, ചോദിക്കണം. ഇതിനെക്കുറിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ അദ്ദേഹം റസൂലാണ്. അങ്ങനെ എന്ത് ചെയ്യും, ഇവര് സന്തോഷത്തോടു കൂടി ഖുറൈശികളുടെ അടുക്കിലേക്ക് വരും, ഖുറൈശികളോട് കാര്യം പറയും. 3 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇത് റസൂലിനോട് ചോദിച്ച് റസൂൽ ഉത്തരം പറഞ്ഞാൽ റസൂലായിരിക്കും, അല്ലെങ്കിൽ അത് റസൂലല്ല എന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് റസൂലിന്റെ അടുക്കലേക്ക് പോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? എന്താ നബി കൊടുത്ത മറുപടി? നബി പറഞ്ഞു, ഉഖ്ബിറുക്കും ബിമാ സഅൽതും അൻഹു ഗദ. ഞാൻ നാളെ എന്ത് ചെയ്യാം, ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. വഹി നിലച്ചു. 15 ദിവസം വഹി ഇറങ്ങിയില്ല. ഖുറൈശികളുടെ കൂട്ടത്തിൽ ആൾക്കാർ പറയാൻ തുടങ്ങി, നാളെ പറയാന്ന് പറഞ്ഞതാണ്, ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു വിവരം കിട്ടിയിട്ടില്ല. റസൂൽ ജിബ്രീലിനെ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്നുണ്ട്, ഞാൻ ജിബ്രീലെ, നിന്നെ കുറിച്ച് ഞാൻ മോശമായി കരുതി, നീ എന്തോ വഹി ഇറക്കാത്തതാണ് എന്ന് വരെ ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചു. ആ സമയത്താണ് ജിബ്രീൽ പറയുന്നത്, അള്ളാന്റെ കൽപ്പന ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വഹിയുമായി വരാൻ പറ്റുള്ളൂ എന്നാണ്. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതാണ് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ തന്നെ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഈ ഖുർആൻ അത് മുസ്തഖീമാണ്, നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ വഴിയെത്തിക്കുന്നതാണ്. ആ വേദഗ്രന്ഥം ആർക്കാണ് ഇറക്കപ്പെട്ടത്? റസൂലിനാണ് ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് റസൂലിനുള്ള ഒരു സന്തോഷിപ്പിക്കലാണത്. എന്നിട്ട് ഇങ്ങനെ ആയത്തുകൾ വന്ന് ഇതിന്റെ വിഷയം പറയും. അപ്പൊ ഈ സൂറത്തിൽ തന്നെയാണ് ആ വിഷയം വരുന്നത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. ഞാൻ നാളെ ചെയ്യും എന്ന് നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നിങ്ങൾ പറഞ്ഞു പോകരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് നിങ്ങൾ പറയണം. അപ്പൊ അതാണ് ഈ സൂറത്ത് അവതരിക്കപ്പെടാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ 3 സംഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. കാരണം അടുത്ത ഒരു നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് യാതൊരു ഉറപ്പും എന്തില്ല, നമുക്കില്ല. ഒരു ഉറപ്പില്ല, ഒരു നിലക്കും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ അള്ളാഹുമായി തട്ടിച്ച്, അള്ളാഹുവിന്റെ മശീയത്തിലേക്ക് തട്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് അള്ളാഹു ആർക്ക് പഠിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് മുഴുവനും ഒരു ഹുക്മ് പഠിപ്പിക്കുന്നത് റസൂലിന്റെ തെറ്റ് തിരുത്തിക്കൊണ്ടാണ്. അപ്പൊ ചില സന്ദർഭത്തിൽ എന്തുണ്ടാകും? ചില സന്ദർഭങ്ങളിൽ
ആ രൂപത്തിലാണ് അള്ളാഹു തെറ്റുതിരുത്തുക. വിഷയം എന്താണ്? തെറ്റുതിരുത്തി ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെറ്റ് ആര് തിരുത്തുന്നു എന്നുള്ളതല്ല, അത് തെറ്റാണോ എന്നുള്ളതാണ് വിഷയം. അത് ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം, അതല്ലെങ്കിൽ മുതിർന്നവരായിരിക്കാം, ആരുമായിരിക്കാം. തെറ്റാണോ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. ഈ ആയത്തിൽ നിന്ന്, അതായത് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം. എന്നാൽ ഈ ആയത്തിന്റെ പ്രകടമായ അർത്ഥത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാഠം കിട്ടിക്കൊള്ളണമെന്നില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ. ഒന്നാമത്തെ പാഠം നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്യുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നാളെ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരിക്കലും പറയരുത്. ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം, അത് ഏറ്റവും വലിയ പാഠം മുശ്രിക്കീങ്ങൾക്കാണ്. ചോദിച്ചു വന്ന മുശ്രിക്കീങ്ങൾക്കാണ് ഏറ്റവും വലിയ പാടുള്ളത്. എന്തായിരിക്കും അത്? ഈ ഖുർആൻ അതാരുടേതാണ്? അള്ളാന്റേതാണ്. ആരുടേതല്ല? റസൂലിൻ്റെതല്ല. ഇവരൊക്കെ പറഞ്ഞെന്താ? റസൂൽ ഉണ്ടാക്കിയതാണ് എന്നാണല്ലോ. റസൂൽ ഉണ്ടാക്കിയതാണ്. റസൂൽ ഉണ്ടാക്കിയതാണെങ്കിൽ റസൂലിനെതിരെയുള്ള വിമർശനങ്ങൾ എങ്ങനെ ഖുർആനിൽ വരും? റസൂൽ അത് വെട്ടിത്തിരുത്താലോ. റസൂൽ തിരുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ എന്താണ്? റസൂലിനെതിരെയുള്ള പല ആയത്തുകളുമുണ്ട്. യാ അയ്യുഹൻ നബി, ഓ നബിയെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു ഹറാമാക്കിയത് നിങ്ങൾ എന്തിനാണ് നബിയെ ഹലാലാക്കുന്നത്? ലിമ തുഹർരിം, നിങ്ങൾ എന്തിനെ ഹറാമാക്കുന്നു? അല്ലാഹു ഹലാലാക്കിയതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ളതാണ്. അപ്പൊ നബിയെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹും ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. റസൂലിനോട് പറയാം, റസൂലെ, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? വഹീ കൂടാതെ എന്തെങ്കിലും നിങ്ങൾ അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ഈ ആയത്തുകളെല്ലാം അറിയിക്കുന്നത് എന്താ? വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെതാണ്. അത് മാത്രമല്ല, റസൂലിന്റെ സത്യസന്ധത കൂടിയാണ്. വഹീൽ റസൂൽ എന്ത് ചെയ്യൂല? അത് റസൂലിനെതിരെയുള്ളതാണെങ്കിൽ പോലും ഒരു തിരുത്തലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൊണ്ടുവരില്ല. അതാണ് സൂറത്തുൽ നജ്മിലെ ആദ്യത്തെ ആയത്തുകളിൽ പറയുന്നത്. വഹീ കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. ഇനി അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒറ്റ ആയത്ത് നമുക്ക് എടുക്കാം. ആ ആയത്ത് അം ഹസിബ്ത അന്ന അസ്ഹാബുൽ കഹ്ഫ്, അതിന്റെ അർത്ഥം പറയും. അം ഹസിബ്ത, താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അന്ന അസ്ഹാബുൽ കഹ്ഫി, തീർച്ചയായും കഹ്ഫിന്റെ ആളുകൾ, അതായത് ഗുഹാവാസികൾ, ഗുഹയുടെ ആളുകൾ, വറഖീമി, റഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗുഹയുടെ പുറത്ത് ഇവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്, ഇവരെ കുറിച്ചുള്ള വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ റഖീമിന്റെ ആളുകളും ഗുഹയുടെ ആളുകളും രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ആ ഗുഹാവാസികളെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാനൂ, അതാകുന്നു, മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട, അജബൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ അത്ഭുതമായ ഒരു ദൃഷ്ടാന്തമാണ് എന്നാണോ താങ്കൾ ഗുഹാവാസികളെ കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ള ചോദിക്കാൻ. അതായത് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ല അത്രയും വലിയ ദൃഷ്ടാന്തം. അതിനേക്കാളും വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഭൂമിയും ഇത് സൃഷ്ടിച്ചതൊക്കെ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവാണ് ഏറ്റവും വലുതായി നിങ്ങൾ കാണേണ്ടത്. ഇതല്ലാത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇതൊരു ചെറിയ ദൃഷ്ടാന്തം മാത്രമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അമ്മ എന്ന് വന്ന ഒന്നാമത്തെ ഇതാണോ എന്ന് ചോദിക്കുന്നത് നിഷേധത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതല്ല, അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ ഇതല്ലാത്തതും ഒരുപാടുണ്ട് എന്ന് പറയും. ഇതിന്റെ അടുത്ത ആയത്ത്, إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا إذ أوى الفتية. അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം പ്രാപിക്കുക. എന്തിലേക്ക്? ആരഭയം പ്രാപിച്ചു? അൽ ഫിത്തിയത്തു, യുവാക്കളാണ് അഭയം പ്രാപിക്കുന്നത്. എവിടേക്ക്? ഇലൽ
കഹ്ഫി, ഗുഹയിലേക്ക്. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം എന്നാണ്. ഇത് ആ സന്ദർഭം എന്നാണ് അർത്ഥം. ഏത് സന്ദർഭം? അവ അഭയം പ്രാപിച്ചു, അൽ ഫിത്യത്തു യുവാക്കൾ, ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. ഗുഹയിലേക്ക് യുവാക്കൾ അഭയം പ്രാപിച്ച സന്ദർഭം റസൂലെ താങ്കൾ എന്ത് ചെയ്യണം? അത് ഓർക്കണം എന്ന് പറയും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വിഷയം, അഭയം പ്രാപിച്ച ആളുകൾ ആരാണ്? യുവാക്കളാണ്. എന്തിനു വേണ്ടി? എന്തായിരുന്നു കാരണം? അവരുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും എന്തിനു വേണ്ടിയിട്ടാണ്? ദീനിന്റെ സംരക്ഷണാർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, ദീനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അത് ദീനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മാർഗത്തിൽപ്പെട്ടതാണ് ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? യാത്ര പുറപ്പെടുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ, അങ്ങനെ ഫിത്നയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇദാ കാനത്തിൽ ഫിത്നതു ഫഅഖിഫ് മകാനക വകുഫ ലിസാനക. ഫിത്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ആരോടും പറയരുത്. ഫഅഖ്ഫി മകാനക, നിങ്ങൾ രഹസ്യമാക്കണം. വകുഫ ലിസാനക, നിങ്ങൾ നാവിനെ എന്ത് ചെയ്യാ? പിടിച്ചു വെക്കാൻ. കാരണം നാവിനെ പിടിച്ചു വെക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സംസാരം മൂലം വേറെ ഫിത്നകൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇവിടെയാണ് ഉലമാക്കൾ ചർച്ച ചെയ്യാറുള്ളത് ഉസ്ലത്തിനെ കുറിച്ച്, ഒറ്റക്കാകുന്നതിനെ കുറിച്ച്. ആളുകളുടെ കൂടെയൊന്നും കൂടാതെ ഒറ്റക്കായി അവനവന്റെ ദീനും മറ്റുമൊക്കെ സംരക്ഷിച്ചു പോകുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നുണ്ട്. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നത്, അൻ തകൂന മഅൽ ഖൗമി ഫഇദാ ഖാലു ഫീ ദിക്രില്ലാഹ് ഫഖുൽ മഅഹും വഇൻ ഖാലു ഫീ ഗൈരി ദാലിക ഫസ്കുത്. അപ്പോൾ എന്താണ് ഉസ്ല? ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്കിരിക്കുക. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒറ്റക്കിരിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ കൂട്ടത്തിലാണെങ്കിലും ശരി, അവർ നല്ലത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ കൂടെ കൂടുന്നു. അവർ തിന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതിനെയും എന്തെന്ന് പറയും? ഉസ്ലത്ത് എന്ന് പറയും. ഇനി അതല്ല, മൊത്തത്തിൽ മാറി നിൽക്കുന്നതിനെയും ഉസ്ലത്ത് എന്ന് പറയും. എന്നാൽ ഏതാണ് ഖൈർ? ആളുകളുടെ കൂടെ സഹവസിച്ച് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ആളുകളുടെ കൂടെ ജീവിക്കുന്നതാണോ? അതല്ല മാറി നിന്ന് ഒറ്റക്ക് നമ്മുടെ ദീനിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞു നിൽക്കലാണോ ഖൈർ എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം വ്യക്തം. ഫിത്നയുടെ കാലഘട്ടമാണെങ്കിൽ മാറി നിൽക്കലാണെന്ത്? ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഫിത്നയുടെ കാലഘട്ടം അല്ലെങ്കിലോ ആളുകളുടെ കൂടെ എന്ത് ചെയ്യണം? ഇടകലർന്ന് ജീവിക്കണം. ഫിത്നയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഫിത്നകളാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത്രയും വലിയ ഫിത്നകൾ പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരുന്ന, അതായത് ആളുകൾക്ക് ഒന്നിനെ കുറിച്ചും ഓർമ്മ ഉണ്ടാവുകയില്ല. അങ്ങനെ ഫിത്നകൾ പരക്കും. ഫിത്നകൾ പരന്ന് ദജ്ജാലിനെ കുറിച്ച് ഓർമ്മിക്കപ്പെടുന്നത് മറന്നു പോകുന്ന, ദജ്ജാലിനെ കുറിച്ച് ആരും ഒന്നും പറയില്ല. ആ സമയത്താണ് ആരിറങ്ങി വരിക? ദജ്ജാലിന്റെ അർത്ഥം ആ സന്ദർഭത്തിലായിരിക്കുന്ന. ആരും ദജ്ജാലിനെ കുറിച്ച് ഉണർത്താത്ത ഒരു കാലം വരും. എന്തുകൊണ്ട് ഉണർത്തുന്നില്ല? കാരണം ഫിത്നകളാണ്. ഫിത്നകളുടെ പിന്നിലായിരിക്കും ആളുകൾ പോവുക. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ വയസ്ബിറു അലാ അദാഹും അഫ്ദലു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതുഹും വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുടെ കൂടെ കൂടി ജനങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പ്രയാസം ഉണ്ടാവും. ചില സംസാരങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങി അതിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന മുഅ്മിനാണ് ഒറ്റക്ക് മാറി നിൽക്കുന്ന മുഅ്മിനിനേക്കാളും ഏറ്റവും ഉത്തമം എന്നാണ്. ഫിത്നയുടെ കാലഘട്ടത്തിലല്ല എങ്കിൽ ആളുകളുടെ കൂടെ കൂടണം, നമ്മൾ സഹവസിക്കണം. കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ഖൈറുണ്ട്. ആ ഖൈറ് ചിലപ്പോൾ നമ്മൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലിന്റെ കൂടെ ഒരു വ്യക്തിയുമുണ്ട്, ഒരു സ്വഹാബിയുമുണ്ട്. അവരെന്താണ്? ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നദിയുണ്ട്, ഒരു ചെറിയ നദിയുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ശുദ്ധമാർന്ന വെള്ളമാണ്. അതോടൊപ്പം തന്നെ നല്ല രുചിയുമുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ആ സ്വഹാബി വിചാരിച്ചു, ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ഒക്കെ മാറി നിന്ന് എവിടെയെങ്കിലും പോയി ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാലോ, എന്തിനാണ് ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാക്കലും ഒരുപാട് ആളുകളുടെ സംസാരം കേൾക്കലും, അതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന നിലയ്ക്ക് ഈ സ്വഹാബി ചിന്തിച്ചു. നല്ലൊരു താഴ്വര,
നല്ല നദിയുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ വീടും നിസ്കാരവും ഒക്കെ ആയി. അങ്ങനെ മുന്നോട്ട് പോയാലോ എന്ന ചിന്ത ആ സഹാബിക്ക് വന്നു. സഹാബി റസൂലിനോട് പങ്കുവച്ചു. لو اعتزلت الناس فأقمت لو اعتزلت الناس فأقمت في هذا الشعب ولن أفعل حتى أستأذن رسول الله صلى الله عليه وسلم. റസൂലിനോട് ചോദിച്ചിട്ടേ ഞാൻ ഇത് ചെയ്യുന്നുണ്ടേലും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി പറഞ്ഞു, ലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. فإن مقام أحدكم في سبيل الله أفضل من صلاته في بيته 70 عاما. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് വീട്ടിൽ 70 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം. എന്നിട്ട് നബി പറയുന്നത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വയുദ്ഖിലക്കുമുൽ ജന്ന, നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഉഖ്സൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. മൻ ഖാതല ഫീ സബീലില്ലാഹ് ഫവാഫഖ നാഖത്തിൻ വജബത് ലഹുൽ ജന്ന. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നത് വളരെ ചെറിയ സമയമാണ്, വളരെ കുറഞ്ഞ സമയമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ശരി, അവന് സ്വർഗം നിർബന്ധമായിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവിടെയും പറയുന്നെന്താ, ജനങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം, കൂടി നമ്മൾ ആ രൂപത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നന്മകളെല്ലാം നേടിയെടുക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറണം എന്നാണ് പറഞ്ഞു വന്നത്. മറ്റൊരിക്കൽ റസൂലിനോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, മൻ നജാത്ത്, റസൂൽ എന്താണ് വിജയം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറയും. അംസിക അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം, അതാണ് ഒന്നാമത്തെ വിജയം എന്നുള്ളത്. രണ്ടാമത്തേത് വൽ യസഅക ബൈതുക്, നീ നിനക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. മൂന്നാമത്തേത് വബ്കി അലാ ഖതീഅതിക്, നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് അള്ളാഹിന്റെ മുമ്പിൽ കരയുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നീ വിജയം പ്രാപിച്ചവനാണ് എന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രയാസമുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും, എന്തൊരു അഭിപ്രായം ഇല്ലാത്ത ഒരുത്തനാണ്, നമുക്കൊന്നും പറയാൻ അറിയില്ല, അഭിപ്രായവും ഇല്ല എന്ന് പറയും. ഇനി അഭിപ്രായം പറഞ്ഞാലോ, എല്ലാത്തിലും അഭിപ്രായം പറയുന്നവനാണ് എന്ന് പറയും. എന്നിട്ട് അടുത്ത് പറയുന്നതോ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന്. പല ആളുകളും ഇന്ന് ജീവിക്കുന്നത് മറ്റൊരുത്തനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ആളുകളെ തോൽപ്പിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് കാണിച്ച് മറ്റുള്ള ആളുകൾ പറയണം നിന്റെ ജീവിതം ഉഷാറാണ്, എങ്കിൽ നമുക്കും കുറച്ച് റാഹത്താണ്. അത് നമുക്കെന്തില്ല, നമുക്ക് സ്വന്തത്താൽ നമ്മുടെ ജീവിതത്തോട് ഇഷ്ടമോ താല്പര്യമോ ഒന്നുമില്ല. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യാം, ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതായി പറയുന്നത്, തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, അതിന്റെ പേരിൽ എന്ത് ചെയ്യണം, കരഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. പ്രത്യേകിച്ചും ഈ സമയം നമുക്കതിന് ഏറ്റവും പറ്റിയ സമയമാണ്. അള്ളാഹിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ രാത്രിയുടെ സമയങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് ചില യുവാക്കളാണ് ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചത് എന്ന്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, വൃദ്ധന്മാരായ വയസ്സായ ആളുകൾ എപ്പോഴെങ്കിലും ആദർശം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല അത്യാവശ്യം വയസ്സായിട്ടുണ്ടാവും, 50-60 വയസ്സായിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യാ, ആദർശം മാറുക. യുവാക്കളെ പോലെ ഒരിക്കലും എന്ത് ചെയ്യൂല, അവർക്ക് മാറ്റം ഉണ്ടാകൂല, അവർക്ക് മാറ്റം വളരെ കുറവായിരിക്കും. എന്നാൽ യുവാക്കൾക്ക് എന്തുണ്ടാവും, പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചിലപ്പം തൗഹീദൊക്കെ അനുസരിച്ച് യഥാർത്ഥ രൂപത്തിൽ പോകുന്ന ആളുകളായിരിക്കും. എന്നാൽ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടാവും, എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ മനസ്സിലേക്ക് ചിലപ്പോൾ അത് കയറൂല. ഈ ആയത്ത് വെച്ചിട്ട് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് അതാണ്, ഹക്ക് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുക യുവാക്കളാണ് എന്ന്. ആരെക്കാളും? ഷുയൂഖുകളെക്കാളും, വയസ്സായ ആളുകളെക്കാളും. അത് മൊത്തത്തിൽ അങ്ങനെയാണ് എന്നല്ല ഹുക്മ, ഗാലിബൻ അങ്ങനെയാണ്, അധികവും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം പരിശോധിച്ച് നോക്കിയാൽ മതി. നബിയുടെ കാലഘട്ടം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ കൃത്യം. ഇസ്ലാം സ്വീകരിച്ചു വരുന്ന അധികം ആളുകളും യുവാക്കളായിരുന്നു. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത ഖുറൈശികളിൽപ്പെട്ട ആളുകളോ വയസ്സായ പ്രമുഖന്മാരായ ആളുകളാണ്. അവരെന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവരൊരുപാട് കാര്യം പിടിച്ചു വിളിച്ചിരുന്നു.
ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 18 വയസ്സുണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ നേതാവായി പറഞ്ഞേക്കുന്നത്. 18 വയസ്സ്. ഒരു സൈന്യത്തെ നയിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കറിയാം എത്ര വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. 18 വയസ്സിൽ അതിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു. വളരെ ചെറിയ പ്രായമായിരുന്നു. പ്രബോധനത്തിന്റെ ദൗത്യവുമായിട്ടാണ് അയക്കുന്നത്. ചെറിയ പ്രായത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഗ്സു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹു ശബാബ്. ഞങ്ങൾ യുവാക്കളായിരിക്കെ റസൂലിന്റെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും? മുശ്രിക്കീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. എന്നിട്ട് പറയുന്നതോ ലൈസ ലനാ നിസാ, അന്ന് ഞങ്ങൾക്ക് ആരില്ല, സ്ത്രീകളൊന്നുമില്ല, നിങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അതിന് മുമ്പേ എന്ത് ചെയ്യും? ഞങ്ങൾ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നു എന്ന്. റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂൽ വാർത്തെടുത്ത യുവത്വം എന്ന് പറയുന്നത് അത് അത്ഭുതകരമായിരുന്നു എന്ന്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയും അത്ര ഊർജ്ജസ്വലരായ യുവാക്കളെ കാണാൻ സാധിക്കുകയില്ല എന്ന്. സെയ്ദ് ബിൻ ഹാരിസ, ജാഫർ ബിൻ അബി താലിബ്, അബ്ദുല്ലാഹ് ബിൻ റവാഹ, എല്ലാ ആളുകളും യുവത്വത്തിലായിരിക്കെയാണ് മുഅ്ത യുദ്ധത്തിന് വേണ്ടി ഇവരെ നേതാക്കന്മാരായി അയക്കുന്നത്. മുഅ്ത യുദ്ധം എന്ന് പറയുമ്പോൾ മുസ്ലിമും റോമക്കാരും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിന് പറഞ്ഞയക്കുന്നത് ഈ യുവാക്കളെയാണ്. ഇനി അള്ളാഹു പറയുന്ന ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു അത്ഭുതപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി ലൈസത് ലഹു സബ്വ. അള്ളാഹു ചില യുവാക്കളുടെ വിഷയത്തിൽ അത്ഭുതപ്പെടുന്നു. എങ്ങനെയുള്ള യുവാക്കളാണ് അവർ? യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന്, അതിന്റെ പ്രസരിപ്പിൽ നിന്നുണ്ടാകുന്ന ചില തിന്മകളുണ്ട്. സ്വാഭാവികമായിട്ട് യുവാക്കളിൽ ഉണ്ടാകുന്ന തിന്മകൾ അതൊന്നുമില്ലാതെ മുസ്തഖീമായി വിശ്വാസത്തിൽ അടിയുറച്ച് സ്വഭാവത്തിൽ ഒരു ഏറ്റ വ്യത്യാസവും ഇല്ലാതെ നല്ല രൂപത്തിൽ പെരുമാറുന്ന, നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന ചില യുവാക്കളുണ്ട്. അവരുടെ വിഷയത്തിൽ അള്ളാഹു അത്ഭുതപ്പെടുന്നു എന്ന്. കാരണം അവരുടെ പ്രായം അതല്ല, എന്നിട്ടും എന്ത് ചെയ്യാണ്? അവർ അള്ളാന്റെ മാർഗത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് ചേർത്ത് പിടിക്കണം. അതാണ് അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ സൂചിപ്പിച്ചത്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ വളർന്നു വന്ന യുവാക്കൾ, ഇബാദത്തിന്റെ വിഷയത്തിൽ വളർന്നു വന്ന യുവാക്കൾ എന്നാണ് പ്രയോഗിച്ചത്. അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന്. കാരണം അവരുടെ പ്രായം അതല്ലായിരുന്നിട്ട് കൂടി അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാണ്? അവർ പണിയെടുക്കാണ്. അപ്പൊ അതുകൊണ്ട് യുവാക്കൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് എന്നെന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. കാരണം നമുക്കറിയാം, സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ലഹരിയുടെ വിഷയത്തിൽ, ലൈംഗികതയുടെ വിഷയത്തിൽ, എല്ലാത്തിലും അരാജകത്വത്തോടു കൂടി എന്ത് ചെയ്യണം? യുവാക്കൾ നടക്കുക. ഒരു ദിവസം ഒരു 10-15 കേസ് യുവാക്കളുടെ വിഷയത്തിൽ മാത്രം നമ്മൾ കേൾക്കാതെ പോകുന്നില്ല എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നമുക്ക് അള്ളാന്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ ഫضലായിട്ട് ഒരിക്കലും കാണരുത്. അള്ളാന്റെ മാത്രം ഫضലാണ്. കാരണം നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ, നിങ്ങൾ പഠിച്ച കോളേജിൽ നിങ്ങളോട് അതേ പ്രായമുള്ള ആളുകൾ പല രൂപത്തിൽ നടക്കുന്ന ആളുകളുണ്ട്. അവരെയൊന്നും അള്ളാഹു ചെയ്തില്ല, തെരഞ്ഞെടുക്കാതെ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് അള്ളാന്റെ ഫضല് മാത്രം. ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ വകുപ്പില്ല. അള്ളാഹ് നിന്റെ ഫضല് കൊണ്ട് മാത്രമാണ് ഇതിനെ സാധിച്ചത്, നീ എന്ത് ചെയ്യണം? ഇതിൽ നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അള്ളാഹിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ മറ്റൊരു ക്ലാസ്സിൽ അത്തരം വിശദ വിവരങ്ങൾ ഉണർത്താമെന്നാണ് വിചാരിക്കുന്നത്. സമയം ഏകദേശമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും കേട്ടതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ റമളാനിന്റെ വേളയിൽ ഇത്തരം ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഈ ഒരു സദസ്സ് നമ്മുടെ സാലിഹായ കർമ്മത്തിന്റെ രേഖയിൽ അല്ലാഹു ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.